ഹലോ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ നേരം വൈകിയാണ് ട്ടോ എഴുന്നേറ്റത്. രാത്രിയിലേക്ക് ഉണ്ടാക്കിയ സോയക്കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നേ. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അത് തന്നെ വെക്കാമെന്ന് കരുതി കുറച്ച് പുട്ടുപൊടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം അതങ്ങോട്ട് പുട്ടുകുറ്റിയിലേക്ക് ആക്കി അതങ്ങോട്ട് ചുടാന്ന് വിചാരിച്ചു. പിന്നെ ഷാനൂട്ടിന് പുട്ടിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് 2-3 ഗോതമ്പ് ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ടേ. ഞങ്ങളുടെ ഹൗസ് ഓണർ ഞങ്ങൾക്ക് കുറച്ച് പോട്ടി ഫ്രൈ കൊണ്ടുവന്ന് തന്നായിരുന്നു കേട്ടോ തലേന്ന് രാത്രി. അത് ഞാൻ രാവിലെ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു. ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നേ. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് ഐസ് വിടാനായിട്ട് വെള്ളം ഒഴിച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ലൊരു കിടിലും ബീഫ് ബിരിയാണി അങ്ങോട്ട് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. വേഗം തന്നെ ഷാനൂട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുകയാണ്. അവന് ബോട്ടി ഫ്രൈ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇച്ചിരി എടുത്തിട്ടുണ്ട്. ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് വന്നത് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് അച്ഛനും മോനും ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ തീർത്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഷാനൂട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്നെ. പിന്നെ വേഗം ബീഫ് ബിരിയാണിയുടെ പ്രിപ്പറേഷനിലാണ്. സവാളയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരടുപ്പത്ത് ചോറ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ടേ. ബിരിയാണി ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പല തരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. യൂട്യൂബ് നോക്കി പഠിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. എന്നും ഒരേപോലെയല്ല ഞാൻ വെക്കാറുള്ളത്, പല തരത്തിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കി എനിക്കിപ്പോൾ ഭയങ്കര എക്സ്പേർട്ടായെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ ബിരിയാണി പണിയാണെങ്കിൽ എളുപ്പം പണിയും തീരുവേ. ചോറും കറിയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ പല തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇതാവുമ്പോൾ ഒറ്റ ട്രിപ്പിൽ പണി അങ്ങോട്ട് തീരും. അങ്ങനെ ചോറൊക്കെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. ഇന്ന് ബിരിയാണി ഞാൻ സിമ്പിൾ മസാലയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ എല്ലാം വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തത് ഗരം മസാലപ്പൊടി മാത്രമാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ മസാലയിലേക്ക് ഞാൻ കുറച്ച് പുളിയില്ലാത്ത തൈര് ചേർത്തായിരുന്നു. എന്നിട്ട് വെന്ത ബീഫും കൂടി ചേർത്തു. ബീഫ് വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും വെള്ളം ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇനിതാ നമ്മുടെ ബാക്കിയുള്ള ഡെക്കറേഷനുള്ള ഐറ്റംസൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ദമ്മിടൽ പ്രോസസ്സിലേക്ക് കടക്കാം. ചോറ് ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഞാനിവിടെ നമ്മുടെ ബർക്കത്തരിയുടെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഇതാണ് വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. ചോറും വെന്തും ദമ്മിടലുമായി എന്നിട്ടാണ് വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഞാൻ പറയുന്നതല്ലേ. അതൊക്കെ പോട്ടെ. അങ്ങനെ ബിരിയാണി ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. അടിയിൽ തീ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരിയ ലോ ഫ്ലെയിമിൽ കൊടുക്കണം. മുകളിൽ എന്തെങ്കിലും വെയിറ്റൊക്കെ എടുത്ത് വെക്കുന്നു കേട്ടോ. ഇതുപോലെ. ആ സമയം കൊണ്ട് ഞാൻ സലാഡും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കുറച്ച് പാത്രങ്ങളുണ്ടായത് അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഓടിപ്പോയി കുളിച്ച് വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ദം പൊട്ടിക്കലാണേ. ഞാൻ കുളിമുറിയിൽ നിന്ന് ഏട്ടനോട് വിളിച്ച് പറഞ്ഞു ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കണേ. ഒരു 10 മിനിറ്റ് നമ്മൾ ദമ്മിട്ട് വെച്ചാൽ മതിയാവും. അങ്ങനെ നമ്മുടെ കിടിലൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ബീഫ് ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ചിക്കൻ ബിരിയാണി മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ബീഫ് ബിരിയാണി കുറവാണ്. ബീഫിനൊക്കെ എന്താ വില അല്ലേ, 400 രൂപയാണ് കിലോയ്ക്ക്. ബീഫ് കഴിക്കാൻ പൂതി തോന്നിയാൽ പുറത്ത് പോയി കഴിക്കുന്നല്ലാണ്ട് ഞങ്ങളിവിടെ വാങ്ങൽ കുറവാണ് കേട്ടോ. പിന്നെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത സന്തോഷത്തിൽ ചാനൂട്ടൻ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അങ്ങനെ ഞാൻ ബിരിയാണി മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചാനൂട്ടന് കുറച്ച് മാറ്റി വെക്കുകയാണേ. അവന് എരിവുണ്ടെങ്കിൽ അവൻ കഴിക്കില്ല. ഞാൻ പൊതുവേ എരിവ് കുറച്ചാണ് ബിരിയാണി ഉണ്ടാക്കിയത്, എന്നാൽ പോലും അവന് കുറച്ച് എരിവ് പോലും അല്ലാണ്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ അവൻ ആദ്യമുള്ളത് കൊടുത്തു. എന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നിരുന്നത് കേട്ടോ. അവനതിൽ മുന്തിരിയൊക്കെ പെറുക്കി തിന്നാണേ. ഇത് കണ്ടോ, ഇതാണ് ഷാനൂട്ടൻ്റെ പരിപാടി. കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കും. അത് പെറുക്കി നടക്കലാണ് എൻ്റെ ഡ്യൂട്ടി. പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വന്നായിരുന്നു. അപ്പോൾ വീട്ടിലേക്കും കുറച്ച് ബിരിയാണി കൊടുത്തയച്ചു കേട്ടോ. പിന്നെ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. മണി 10:30 മണിയായി. ഈ വീഡിയോൻ്റെ കാര്യം പാടെ മറന്നുപോയി. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.